യൂറിനറി ലീക്ക് സ്ത്രീകളിൽ കാണുന്ന വലിയൊരു പ്രധാനമായ യൂറോളജി ഇഷ്യൂ ആണ്. പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഒ പിയിൽ വരുമ്പോൾ അവർ പറയുന്ന മൂത്രം ലീക്കാവുന്നതേ പറയുള്ളൂ. അത് തന്നെ പല കാരണങ്ങളുണ്ട് ആ യൂറിനറി ലീക്കിന്. ഒന്ന് പ്രധാനം, ചുമയ്ക്കുമ്പോൾ മൂത്രം ലീക്കാവുക. അതിന് സ്ട്രെസ് വെറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് സ്ട്രെസ് വെറ്റിംഗ്, വയറിൽ പ്രഷർ കൂടുമ്പോൾ ആ സ്ട്രെസ്സ് വരുമ്പോൾ ലീക്കാവാം. അത് ചിരിക്കുമ്പോഴാവാം, സ്റ്റെപ്പ് കയറുമ്പോൾ ആവാം, നടക്കുമ്പോഴാവാം. അത് സ്ട്രെസ് ലീക്കാണ്. രണ്ടാമത്തത് അർജൻസി വെറ്റിംഗ് എന്ന് പറയും. അതായത് പെട്ടെന്ന് അർജൻറ്റായിട്ട് മൂത്രമൊഴിക്കാൻ പോകണം, പെട്ടെന്ന് പോകണം, ലീക്കാവുക. ബാത്റൂം എത്തുന്നതിന് മുമ്പ് ലീക്കാവുക, അടിവസ്ത്രം അഴിക്കുന്നതിന് മുമ്പ് ലീക്കാവുക. അപ്പോൾ ഇത് വളരെയധികം ട്രൊമാറ്റിക്കാണ്. പേഷ്യൻ്റ് പറയുക യൂറിൻ ലീക്ക് എന്നേ പറയാറുള്ളൂ. അപ്പോൾ രണ്ടും കൂടിയ ലക്ഷണങ്ങളുണ്ടാവും ചിലവർക്ക്. അതായത് ചുമയ്ക്കുമ്പോഴും ലീക്ക് വരും, ബാത്റൂം എത്തുന്നതിന് മുമ്പും മൂത്രത്തിന് ലീക്ക് വരും. അത് മിക്സഡ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഒരു ഡോക്ടറെ അടുത്ത് രോഗി ചെല്ലുമ്പോൾ യൂറോളജിസ്റ്റ് ഫസ്റ്റ് അസസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ലീക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് വേണം ചികിത്സിക്കാൻ. കാരണം രോഗി വന്ന് പറയാൻ മൂത്രം പോകുന്നതെന്ന് പറയുള്ളൂ. പ്രത്യേകിച്ചും ഈ പ്രായം ചെന്നുള്ള സ്ത്രീകളിൽ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെസ്റ്റുകൾ മാത്രമല്ല ഈ യൂറിൻ ലീക്കിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത്. പ്രോപ്പർ ഹിസ്റ്ററി, രോഗിയെടുത്ത് സംസാരിച്ച് അവരുടെ കംപ്ലയിൻറ്റ്സ് എന്താണെന്ന് നമ്മൾ പറയണം. രോഗി മിസ്സാവും. അപ്പോൾ ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പാണ് ലീക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സാധാരണഗതിയിൽ ഇത് വരുമ്പോൾ കൺട്രോൾ കിട്ടാതെ വരുന്നു പോകുമ്പോൾ പല കാരണങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, അർജൻസി വെറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ബ്ലാഡറിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അത് പ്രധാനമായിട്ടും മൂത്രസഞ്ചിയെ ബാധിക്കുന്നത് ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ സിസ്റ്റൈറ്റിസ്, മൂത്രസഞ്ചിയുടെ കവറിങ്ങിന് ഇൻഫെക്ഷൻ വരുമ്പോൾ മൂത്രത്തിന് കൺട്രോൾ കിട്ടാറില്ല. പെട്ടെന്ന് മൂത്രം ഒഴിക്കേണ്ടി വരും. അതിന് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസസിൽ സാധാരണ കാണുന്നത് മൂത്രത്തിൽ പഴുപ്പ്. രണ്ടാമത്തത് ഡയറ്ററി ഫാക്ടേഴ്സ്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി, ബ്ലാഡർ ഇറിറ്റൻസ്. അത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന വരുന്ന നല്ല സ്പൈസി ഫുഡ്, എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മൂത്രത്തിലൊരു അംശം വരാം, അതിൽ സിസ്റ്റൈറ്റിസ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഫുഡിൽ ഇറിറ്റൻസ്, ലിക്വിഡ്സ്, അതായത് പാനീയങ്ങൾ പ്രശ്നങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നാട്ടിൽ കാണുന്ന കരിങ്ങാലി വെള്ളം എല്ലാവർക്കും പറ്റാറില്ല. അത് ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നതാണ്. ഞാൻ വളരെയധികം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനിൽ പ്രശ്നം വരാം. അതായത് മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ മൂത്രത്തിൻ്റെ കോൺസെൻട്രേഷൻ യൂറിൻ്റെ ഇത് കൂടും. കോൺസെൻട്രേറ്റഡ് യൂറിനിൽ ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. അത് മൂത്രത്തിനുള്ള ലീക്ക് കൂട്ടും. അപ്പോൾ രോഗി വിചാരിക്കുക എന്താണ്, കൂടുതൽ ലീക്ക് വരുമ്പോൾ വെള്ളം കഴിക്കുമ്പോൾ ലീക്ക് കൂടുതൽ. അങ്ങനെയല്ല, വെള്ളം ധാരാളം കഴിക്കുമ്പോൾ മൂത്രം ഡൈല്യൂട്ട് ആവും. അപ്പോൾ മൂത്രസഞ്ചിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. കോഫി, ഹൈ കോൺസെൻട്രേറ്റ് കഫീൻ ലീക്ക് ഉണ്ടാവാറുണ്ട്. ആൽക്കഹോൾ ഒരുപാട് അളവിൽ കഴിക്കുന്ന ആൾക്കാർക്ക് ലീക്ക് ഉണ്ടാവാറുണ്ട്. പ്രഷറിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ കാർഡിയാക് പേഷ്യൻസിന് അവർക്ക് ഈ ബി പി കൺട്രോളും ഹാർട്ടിൽ ലോഡ് കുറയ്ക്കാനും മൂത്രം പോകാനുള്ള മരുന്നുകൾ കൊടുക്കും, ഡയൂറിറ്റിക്സ് എന്ന് പറയുന്നു. അതും ഈ സിംറ്റംസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഒരു യൂറിനറി ലീക്ക് വരുമ്പോൾ ഈ കാരണങ്ങൾ എന്താ കണ്ടുപിടിക്കുക, അത് ഒഴിവാക്കിയാൽ തന്നെ വ്യത്യാസം വരും. അങ്ങേയറ്റം പോവുകയാണെങ്കിൽ ചില ആൾക്ക് മൂത്രസഞ്ചിയിലെ ക്യാൻസർ, മൂത്രസഞ്ചിയിലെ ട്യൂബർക്കുലോസിസ് എന്നിവയ്ക്കും ഇതേ ലക്ഷണങ്ങളാണ്. രണ്ടാമത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞ സ്ട്രെസ് വെറ്റിംഗ്. സ്ട്രെസ് വെറ്റിംഗ് എന്ന് പറയുമ്പോൾ ചുമയ്ക്കുമ്പോൾ ലീക്ക് വരുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നത്? അത് നമ്മുടെ ശരീരത്തിലെ അടിഭാഗത്തിലെ മസിൽ, പെൽവിക് മസിൽസിൻ്റെ വീക്ക്നെസ്സാണ് ഒരു പ്രധാന കാരണം. അത് ആർക്കെല്ലാം ഉണ്ടാവാം? യൂഷ്വലി പ്രസവാനന്തരം, മൾട്ടിപ്പിൾ പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാർക്ക്, ലാർജ് ബേബി ഡെലിവറി ചെയ്ത ആൾക്കാർക്ക്, ചിലപ്പോൾ പ്രസവം വളരെയധികം നീണ്ടുപോകുന്ന അവസ്ഥയിൽ, ചില പ്രൊലോങ്ഡ് ലേബർ, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ പെൽവിക് മസിൽസ് വീക്ക്നെസ് വരാം. അല്ലെങ്കിൽ ആർത്തവം നിന്ന ശേഷം ഹോർമോണൽ സപ്പോർട്ട് കുറയാം. അതേസമയം ചെറുപ്പക്കാരിലും ഇത് കാണാറുണ്ട്. അപ്പം ഇതാണ് സ്ട്രെസ് വെറ്റിംഗ്. ഈ രണ്ട് അസുഖങ്ങളും വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ത്രീകളെ തളർത്താറുണ്ട്. പലരും മടി കൊണ്ട് പറയാറില്ല. ഇത് നോർമലാന്ന് വെച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. പാഡ് വെച്ച് ജീവിക്കാറുണ്ട്. മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. സാധാരണക്കാരനൊക്കെ ഒരു അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ചിലർക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ചിലർ വന്ന് കരയും. ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് വന്നത്.
ഇപ്പോൾ മിക്സഡ് ഇൻകോണ്ടിനൻസ് എന്ന് 2 ലക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് എന്ത് ടൈപ്പുള്ള വെറ്റിംഗ് ആണ്, മൂത്രത്തിൻ്റെ ലീക്കാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹിസ്റ്ററിയാണ് പ്രധാനം. രണ്ടാമത് വരുന്നത് മൂത്രത്തിലെ പരിശോധന, അൾട്രാസൗണ്ട് പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൂത്രസഞ്ചിക്ക് വല്ല തകരാറുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. മൂത്രസഞ്ചിക്ക് തകരാറ് വരുന്നത് എപ്പോഴാണ്? ഇൻഫെക്ഷൻ വരുമ്പോൾ തകരാറ് വരാം. മൂത്രസഞ്ചിയിൽ ട്യൂമർ ഉണ്ടാവാം, മൂത്രസഞ്ചിയിൽ കല്ലുണ്ടാവാം, ചിലപ്പോൾ ഞരമ്പുകൾക്കെല്ലാം ബാധിച്ച അസുഖങ്ങളുണ്ടാവും, നട്ടിൽ തകരാറ്, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും മൂത്രസഞ്ചിക്ക് തകരാറ് വരാം. ഇതെല്ലാം ലക്ഷണങ്ങൾ ഇതുതന്നെയായിരിക്കും. അപ്പോൾ കാരണം കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് മസ്റ്റാണ്. സാധാരണ രക്തപരിശോധന, നമ്മൾ ബ്ലഡ് ക്രിയാറ്റിനും ബേസിക് കൗണ്ട്സും യൂറിൻ കൾച്ചർ, ഇതെല്ലാം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. സ്പെഷ്യൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് കുഴപ്പം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂത്രസഞ്ചി ചെക്ക് ചെയ്യാണ്ട് നമ്മൾ മരുന്ന് എഴുതരുത്. അതിന് വളരെ സിമ്പിളായിട്ടൊരു ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആകെ 30 സെക്കൻഡ് എടുക്കുള്ളൂ. അതിൽ മൂത്രക്കടൽ കാണാൻ പറ്റും, മൂത്രസഞ്ചിയുടെ ഉള്ളിൽ കാണാൻ പറ്റും, നമുക്ക് എന്താണ് കാരണം, എത്രത്തോളം മൂത്രസഞ്ചിക്ക് ഡാമേജ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. അർജൻസി വെറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് മിക്കവാറും മരുന്ന് കൊണ്ടത് മാറും. മരുന്ന് ആൻറ്റിക്കോളജിക്സ് മരുന്നുണ്ട്, ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങളുണ്ട്, കീഗിൾസ് എക്സസൈസ് ഉണ്ട്. ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിന് ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു രോഗിക്ക് 15 മുതൽ 20 മിനിറ്റ് കൂടുമ്പോൾ മൂത്രമൊഴിക്കേണ്ട രോഗിയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അതൊരു 15 മിനിറ്റും കൂടി കൂട്ടാൻ നോക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് മൂത്രസഞ്ചി ബാത്റൂമിലേക്ക് ഓടരുത്. ഒരു 15 മിനിറ്റും കൂടി ഇത് അരമണിക്കൂറാക്കുക. അങ്ങനെ ചെയ്ത് സമയം കൂട്ടണം. ഇതൊരു ബയോ ഫീഡ്ബാക്ക് തെറാപ്പി. അതിന് ഒരുപാട് മെഷീൻസൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ഈ ഒരു മെത്തേഡായിട്ട് മൂത്രം പിടിച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സ്ട്രെസ് വെറ്റിങ്ങിന് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മരുന്നോ കീഗിൾസ് എക്സസൈസ് മാറ്റമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു സപ്പോർട്ടിങ് പെൽവിക് അതിന് സപ്പോർട്ട് കിട്ടുന്ന ടേപ്പ് ഉണ്ട്, TBT ടേപ്പ്. അതൊരൊറ്റ ദിവസം കടന്നു കഴിഞ്ഞാൽ ടേപ്പ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ ലീക്ക് നിൽക്കും. ലൈഫ് ലോങ് ആണ്, സേഫാണ്. അപ്പം ഒരുപാട് മിഥ്യാധാരണകളുണ്ട് സ്ത്രീകൾക്ക്. ഒന്നാമത് അവർ ഈ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ യൂറോളജിസ്റ്റുകൾ മിക്കവാറും മെയിൽസ് ആയിരിക്കും. അപ്പോൾ അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് വീണ്ടും പോകാനുള്ളൊരു മടി, മരുന്ന് കഴിച്ചിട്ട് മാറാത്തതിനുള്ളൊരു കാരണം, അതൊക്കെയാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പം യൂറിനറി ലീക്ക് ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. രോഗികളെ മാനസികമായിട്ടും ശാരീരികമായും തളർത്തുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത്. മാത്രമല്ല ഇതുകൊണ്ട് അവർക്കൊരു സെക്ഷൽ അവേർഷനും കൂടി യങ് അഡൽട്ട്സിന് സെക്ഷലി ആക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ മൂത്രം ഇങ്ങനെ ലീക്ക് വരുമ്പോൾ അവർ സെക്ഷൽ അവേർഷനും കാണിക്കാറുണ്ട്. അതായത് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യവും കുറഞ്ഞ് കാണാറുണ്ട്. അപ്പം ഇതൊരു മേജർ അസുഖമല്ല, കണ്ടുപിടിച്ച് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരസുഖമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞ ഇതിൽ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ റിപ്ലൈ തരാം. നമ്പറുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അറിയിക്കുക. ഈ പറഞ്ഞ ചികിത്സ ഒരു വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ചികിത്സയല്ല, വളരെയധികം ഫലപ്രദമായി മാറ്റിയെടുക്കാവുന്നതാണ്. താങ്ക് യു.